ഇന്ന് രാഷ്ട്രീയത്തിൽ കണ്ട എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴകത്തിന്റെ സ്വന്തം ദളപതി വിജയ് അങ്ങനെ തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ വിജയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇത്രയും ദിവസം ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യോ ചെയ്യില്ലേ എന്നൊക്കെ ഉള്ള ഒരു ട്വിസ്റ്റും സസ്പെൻസ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇവരുടെ തമിഴ് പൊളിറ്റിക്സിന്റെ ചരിത്രം അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് ഒന്ന് കണ്ടാലോ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരളത്തെ പോലെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു തമിഴ്നാട്. പിന്നീട് 1956 കേരളം ഒരു സെപ്പറേറ്റ് സംസ്ഥാനമായ പോലെ തമിഴ്നാട് മദ്രാസ് സ്റ്റേറ്റ് എന്ന പേരിൽ ഒരു സെപ്പറേറ്റ് സംസ്ഥാനമായിട്ട് മാറി. ഈ 1947 മുതൽ 67 വരെ 20 വർഷം തമിഴ്നാട് ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇതിനിടയിൽ 1949 തന്നെ CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ DMK എന്ന പേരിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രാദേശികമായിട്ട് അവിടെ എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. 1957 ഇലക്ഷനിലാണ് 15 സീറ്റുകൾ നേടിയിട്ട് അവർ ആദ്യമായിട്ട് തമിഴ്നാട് നിയമസഭയുടെ പടി കാണുന്നത്. പിന്നീട് നടന്ന 1967 ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് 137 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തിൽ അവരൊരു പുതിയ തമിഴ്നാട് സർക്കാർ രൂപീകരിച്ചു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായിട്ടൊരു പ്രാദേശിക പാർട്ടി അധികാരത്തിൽ നിന്ന് തള്ളിയിട്ടൊരു വർഷമായിരുന്നു അത്. CN അണ്ണാദുരൈ ആയിരുന്നു അന്നത്തെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. 2 വർഷത്തിന് ശേഷം അണ്ണാദുരൈ മരണപ്പെടുമ്പോഴേക്കും മദ്രാസ് സ്റ്റേറ്റ് എന്നതിന് പകരം തമിഴ്നാട് എന്ന പേരിലേക്ക് തമിഴ്നാട് സ്റ്റേറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കരുണാനിധിയാണ് DMKയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടർന്നു. 1977 ആയപ്പോഴത്തേക്കും DMKയിൽ നിന്ന് തമിഴ്നാടിന്റെ ഇതിഹാസ നായകനായിട്ടുള്ള MGR തെറ്റിപ്പിരിഞ്ഞിട്ട് ഒരു പുതിയ പാർട്ടിയായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. അതാണ് AIADMK അഥവാ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. ആ ഇലക്ഷനിൽ MGR വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറുകയും ചെയ്തു. തമിഴ് സിനിമ തമിഴ് മക്കളെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു MGRന്റെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. കാരണം 1977 അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം 87 അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടർന്നു. അതായത് തുടർഭരണം ഉണ്ടായിരുന്നു. 87 അദ്ദേഹം മരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യ VN ജാനകിയാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം വേറെയും ഒരു പ്രശ്നം ഉണ്ടാക്കി. AIADMK രണ്ടായിട്ട് പിളർന്നു. ഒരു ഭാഗം VN ജാനകിയുടെ പക്ഷത്തും മറുഭാഗം ജയലളിതയുടെ പക്ഷത്തേക്ക് ചേർന്നു. പക്ഷേ ആ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനിടയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഗവർണർക്ക് ആ ഒരു മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വന്നു. VN ജാനകി ആകപ്പാട് 24 ദിവസം മാത്രമേ തമിഴ്നാടിന്റെ നിയമസഭയിൽ ഇരുന്നിട്ടുള്ളൂ എങ്കിലും അവരാണ് തമിഴ്നാടിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. ഒരു വർഷത്തോളം നീണ്ടുനിന്ന രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 1989 അടുത്ത ഇലക്ഷൻ നടക്കുന്നത്. അത്തവണ DMK തിരിച്ചു വരുന്നു. കരുണാനിധി മുഖ്യമന്ത്രിയാവുന്നു. പക്ഷെ ആ മന്ത്രിസഭയ്ക്ക് ഒരുപാടൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ല. 1991 വീണ്ടും ഇലക്ഷൻ നടക്കുന്നു. അതിൽ AIADMK ജയിക്കുന്നു. ജയലളിത മുഖ്യമന്ത്രിയാവുന്നു. 96 വീണ്ടും ഇലക്ഷൻ നടക്കുന്നു. DMK ജയിക്കുന്നു. കരുണാനിധി മുഖ്യമന്ത്രിയാവുന്നു. 2001 അടുത്ത ഇലക്ഷൻ നടക്കുന്നു. അതിൽ വീണ്ടും ജയലളിത മുഖ്യമന്ത്രിയാവുന്നു. 2006 അടുത്ത ഇലക്ഷനിൽ കരുണാനിധി മുഖ്യമന്ത്രിയാവുന്നു. ഇങ്ങനെ മാറി DMKയും AIADMK ഇങ്ങനെ മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 2011 ശേഷം 2016 പക്ഷേ ജയലളിത വീണ്ടും തുടർഭരണത്തിലേറി. പക്ഷേ 2016 തന്നെ അവരുടെ മരണവും സംഭവിക്കുകയാണ്. അതിനുശേഷം 2017 മുതൽ 2021 വരെ AIADMK നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നത് A പളനിസ്വാമിയാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ ഭരണകാലത്തിനിടയിൽ ഉണ്ടായതുകൊണ്ട് ജയലളിതയുടെ വിശ്വസ്തനായിരുന്ന പനീർ സെൽവത്തിന് താൽക്കാലികമായിട്ടും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദവിയിലൊക്കെ ഇരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. 2018 കരുണാനിധി മരണപ്പെടുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള MK സ്റ്റാലിൻ DMKയുടെ നേതൃത്വ നിരയിലേക്ക് വരികയും അദ്ദേഹമാണ് 2021 ഇലക്ഷൻ നയിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം നേടിയിട്ട് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK ഭരണം തമിഴ്നാട്ടിൽ വന്നു. ഇതിനിടയിൽ നമ്മുടെ നായകൻ വിജയ് സൈഡിലൂടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നുണ്ടായിരുന്നു. ഇളയ ദളപതിയിൽ തുടങ്ങി ദളപതി വിജയായിട്ട് തിളങ്ങിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു പ്രസ്താവന ഇറക്കുകയാണ്. അതായത് ഇനി ഞാൻ സിനിമകളൊന്നും ചെയ്യുന്നില്ല, രാഷ്ട്രീയമാണ് എൻ്റെ തട്ടകം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഞെട്ടിക്കുന്ന ഈ ഒരു പ്രസ്താവന കുറേ ആൾക്കാരെങ്കിലും തമാശയായിട്ടാണ് എടുത്തത്. അല്ലെങ്കിൽ വിജയ്ക്ക് ഈ പതിറ്റാണ്ടുകളായിട്ട് DMKയും AIADMK ഒക്കെ അടക്കി വാഴുന്ന ഈ ഒരു തമിഴ് പൊളിറ്റിക്സിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. 2024 വിജയ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ലോകത്തിന് മുമ്പിൽ കാണിച്ചു. TVK തമിഴ് വെട്രി കഴകം എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുക മാത്രമല്ല തമിഴ്നാട്ടിൽ 234 സീറ്റുകളിലും സ്ഥാനാർത്ഥികളും നിർത്തിയിട്ട് തമിഴ്നാടിന്റെ ഭരണം പിടിച്ചെടുക്കുമെന്നായിരുന്നു വിജയിന്റെ പ്രഖ്യാപനം. ആദ്യം ആരും ഇതത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2026 ഇലക്ഷനിൽ 233 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വിജയ് ഞെട്ടിച്ചു. പോരാത്തതിന് ഈ ഓരോ സ്ഥാനാർത്ഥികളും വിജയ് തന്നെയാണെന്നും അവർക്ക് നൽകുന്ന ഓരോ വോട്ടും വിജയ്ക്കുള്ള വോട്ടാണെന്നും വലിയ ആവേശത്തോടു കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു. ഇതൊക്കെ വോട്ടാക്കി മാറ്റാനും സാധിച്ചു എന്നുള്ളതാണ് ചരിത്രം.
പിന്നീട് മെയ് 4 മുമ്പ് വന്ന പല എക്സിറ്റ് പോളുകളിലും വിജയുടെ ഈ ഒരു TVKയുടെ വിജയം പലരും പ്രവചിച്ചിരുന്നെങ്കിലും ആരും അത് കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. വിജയുടെ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ കൊണ്ട് വിജയ്ക്ക് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മെയ് 4 108 സീറ്റ്, അദ്ദേഹം മത്സരിച്ച 2 സീറ്റുകളിലെ വിജയം ഉൾപ്പെടെ 108 സീറ്റുകളിൽ മിന്നുന്ന വിജയമായിട്ടാണ് തമിഴ്നാടിനെ ഇപ്പോൾ വിജയം ഞെട്ടിച്ചിരിക്കുന്നത്. കാര്യം തമിഴ്നാട് നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് TVK മാറിയെങ്കിലും 118 സീറ്റുകൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ട ആ മാജിക്കൽ നമ്പറിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു പിന്നീട് വന്ന പ്രതിസന്ധി. പക്ഷേ 2 വർഷം കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രഖ്യാപിക്കുക, തുടർന്ന് വന്ന ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ ഇതുപോലെ മിന്നുന്നൊരു വിജയം കരസ്ഥമാക്കുക, ഇത്രയൊക്കെ ചെയ്യാൻ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേര അദ്ദേഹത്തിനുള്ളതാണെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. ശരിക്കും വിജയ് അണ്ണൻ ഒരു മോട്ടിവേഷൻ അല്ലേ? ഒരുപാട് കോടികൾ പ്രതിഫലം വാങ്ങുന്ന സേഫ് ആയിട്ടുള്ള ഒരു താരസിംഹാസനം വേണ്ടാന്ന് വെച്ചിട്ടാണ് തമിഴ്നാടിന്റെ സിംഹാസനം അദ്ദേഹം സ്വപ്നം കണ്ടത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചു, ബുദ്ധിപൂർവ്വം നീങ്ങി. ഒരുപാട് പേര് കളിയാക്കാനുണ്ടായിരുന്നു, ഒപ്പോസ് ചെയ്യാനുണ്ടായിരുന്നു, ആർക്കും അദ്ദേഹത്തിൽ പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആ സിംഹാസനം അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നു. അണ്ണന് ശരിക്കും ഒരു വിസിപ്പോട്.